ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹോമി ക്രാഫ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻഡി ജേർണൽ സീരീസ് പാർട്ട് 3 ആണ്. നമ്മൾ ജെംസിൻ്റെയും ഡോണറ്റിൻ്റെയും പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും പോയി കാണാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മെലഡിയാണ്. മെലഡി ഇഷ്ടമില്ലാത്ത ആരുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് വൺ തന്നെയാണ് നമ്മുടെ ഈ ഒരു മെലഡി. എനിക്ക് ഈ മെലഡി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ട്രാൻസ്പാരൻ്റ് ഷീറ്റ് ആണ് വെച്ച് നോക്കിയത്. പക്ഷെ അത് എന്തും നോക്കിയിട്ട് പറ്റുന്നില്ല ഗൈസ്. എന്താ പറഞ്ഞാൽ ഈ ചോക്ലേറ്റിൽ നിന്ന് ഞാൻ ആർക്കൊക്കെ സ്കെച്ച് പെൻസോണ് ചെയ്തുകൊണ്ട് അത് ഇതാവുക, അത് ബാക്കിലേക്ക് നമുക്ക് കാണാണ്ട്. അപ്പോൾ ആദ്യം അത് കവർ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ മേലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു പേപ്പറിനെ എടുക്കാം, അതിനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഫെവിസ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കവറാവും. ഈ ട്രാൻസ്പാരൻ്റ് ഷീറ്റും മെലഡീൻ്റെ അതൊക്കെ ഞാൻ ഒട്ടിക്കാൻ നോക്കി, പക്ഷേ അതൊന്നും അത്ര വൃത്തിയില്ല. ഇതിൻ്റെ മേലെ ചെയ്യണേ കുറച്ചൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഫോയിൽ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കുറച്ച് ഭംഗി ഉണ്ടാവും. നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് കട്ടിയിൽ തന്നെ ഇതാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെലഡി ഒരെണ്ണല്ലേ മേടിച്ചേക്കണത്. നമ്മുടെ ഒരു കവർ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മേടിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് കൊണ്ടുവന്നപ്പോൾ അവൾ ആ കവർ കളയാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് ക്യാൻഡി ജേർണൽ സീരീസ് ചെയ്യാണ്ട് തന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഈ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചോ, ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും അവൾ തന്നല്ലേ, അപ്പോൾ എന്തായാലും ചെയ്യാൻ വെച്ചു. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, കുറച്ച് ചിരിച്ചിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ കവറിൽ തന്നെ ഉണ്ടായിരുന്ന ഈ മെലഡിയുടെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ളൊരു ആ പാട്ടിൻ്റെ സാധനമൊക്കെ ഉള്ള ഇത് ഞാൻ അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും ഒട്ടിച്ചെടുത്ത് പിന്നെ നിങ്ങൾ കണ്ട അവിടെ അതായിട്ടും ഞാൻ ഒട്ടിച്ചെടുത്തു. കുറച്ച് അടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ മെലഡി എന്നുള്ള ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ ഞാൻ ഇതിൽ എഴുതി കൊടുക്കണില്ല, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണത്. മെലഡി ചോക്ലേറ്റി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ മെലഡി ചാനൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞാൽ കുറച്ച് എൻ്റെ കഴിവും ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുറച്ച് കലാവിരുദ്ധമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകെ ഒരു കലാവിരുദ്ധം തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ കറക്റ്റാക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തപ്പോൾ ആ കവറിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പാട്ടിൻ്റെ ഞാൻ അവിടെ ഒട്ടിച്ച പകുതിയില്ല, അതിനെ ബാക്കി ആണ് ഞാനിവിടെ ഫെവിസ്റ്റിക്ക് വെച്ചിട്ട് ഇതാക്കണത്. ഫെവിസ്റ്റിക്ക് തന്നെ ഈ ഒരു ജേർണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. എന്താ പറഞ്ഞാൽ ഈ ഫെവിസ്റ്റിക്ക് കാരണം കുറച്ച് വോയിസൊക്കെ ബാക്കിൽ കേൾക്കുന്നുണ്ടാവും. ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതിനെ കറക്റ്റാക്കി ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു ലാഗ് പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഷെയ്ക്കായിട്ടാണ് എടുത്തേക്കണേ. അപ്പോൾ കുറച്ച് ലാഗ് പോലെ തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. എന്താ പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ഞാൻ കുറച്ച് ഷെയ്ക്കാവാതെ കറക്റ്റ് എടുക്കാൻ ശ്രമിക്കാം. ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജേർണൽ സപ്ലൈസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടാക്കിയ ഒരു കവായ് സ്റ്റിക്കറാണിത്, ഒരു ബാൻഡേജ് സ്റ്റിക്കറാണ്. പിന്നെ അത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാമ്പ്സാണ്. സ്റ്റാമ്പ്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊരു ഷോർട്സ് ആക്കി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനൊക്കെ വോയിസ് ഓവർ ചെയ്യാൻ മടി കാരണമാണ് ഞാനിതിങ്ങനെ നീക്കി കൊണ്ടുപോകണത്. ഇതൊക്കെ വോയിസ് ഓവർ ചെയ്ത് വരുമ്പോൾ ഞാൻ തൊണ്ട അടിയും. ഇങ്ങനെ സ്റ്റാമ്പും ഇതൊക്കെ കുറച്ച് ചിരിച്ചും വളച്ചൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കർ നമ്മുടെ ജേർണൽ സപ്ലൈസിൽ തന്നെ ഉള്ളതിനാണ്.
അപ്പോൾ ഇതെനിക്ക് ഫേവറേറ്റ് സ്റ്റിക്കേഴ്സാണ് എന്നൊക്കെ പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഈ ഒരു സ്റ്റിക്കേഴ്സ് 2 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബണ്ണിയും ഒരു പൂച്ചക്കുട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒരു ഫ്ലവർ ആയിട്ടുള്ളൊരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ തിരക്കിലായിരുന്നു. അപ്പോൾ ഇതൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാനൊരു ഷോർട്സായി ഇടണതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണുക. അത് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് അലക്കുളത്ത് മെലഡി ഇങ്ങനെ കുറച്ച് തോട്ട്സൊക്കെ എഴുതി കൊടുത്തു. എനിക്കപ്പോൾ മൈൻഡിൽ വന്ന തോട്ട്സൊക്കെ എഴുതി കൊടുത്തു. ലൈഫ് ഈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. അതൊന്ന് വായിക്കാക്കേണ്ട. അതൊക്കെ ഞാൻ എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല. മെലഡി തോട്ട്സാണ് ഞാൻ ശ്രമിച്ചത് എഴുതാൻ. ആയോന്നൊന്നും അറിയില്ല, എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേജ് ഫുൾ കുറച്ച് മെലഡി തോട്ട്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മെലഡി തോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെലഡി ജേണൽ എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റണ പോലെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സ്റ്റാമ്പിൻ്റെ മേലെ ഞാനൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ മേലെ ഗുഡ് എന്നൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.